നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുതിരാനിലെ ഇരട്ട തുരങ്കമുഖത്ത് മണ്ണിടിച്ചിൽ. പടിഞ്ഞാറ് തുരങ്കമുഖത്തിന് മുകളിലായാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. നിലവിൽ നേരിയ തോതിൽ മാത്രമാണ് മണ്ണ് ഇടിഞ്ഞിട്ടുള്ളത്. കുതിരാൻ മണ്ണിടിച്ചിലിൽ MLA കെ രാജൻ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനും സ്ഥലം സന്ദർശിച്ചു. മണ്ണത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ CISCE റീജിയണൽ യോഗ മത്സരം പ്രൗഢഗംഭീരമായി. കുടുംബത്തെ തെരുവിലാക്കി ഉജ്ജീവൻ മൈക്രോ ഫിനാൻസിന്റെ ജപ്തി നടപടി. അടച്ചുപൂട്ടിയ വീടിന്റെ ഉമ്മറത്ത് രാത്രി കഴിഞ്ഞ് രോഗിയും കുടുംബവും. വിശദമായ വാർത്തകളിലേക്ക്. കുതിരാൻ മണ്ണിടിച്ചിലിൽ MLA കെ രാജൻ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനും സ്ഥലം സന്ദർശിച്ചു. കുതിരാനിൽ മണ്ണിടിഞ്ഞ പ്രദേശത്ത് MLA കെ രാജൻ, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റ് മീനു ടീച്ചർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, തഹസിൽദാർ KV സനൽകുമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഇവിടെ രണ്ടിടങ്ങളിലായിട്ടാണ് മണ്ണിടിഞ്ഞ് താരതമ്യം കാണാവുന്നത്. ഞങ്ങളിതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുതൽ ഇവിടെയുള്ള ജനപ്രതിനിധികളാണ്. ഇവിടുത്തെ കല്ലിൻ്റെ ഏറ്റവും അറ്റം വരെയുള്ള മണ്ണ് കോഴിക്കോടിലേക്കാണ് ഇപ്പോൾ 2 പോയിന്റ് കാണുന്നത്. ഇതിനു മുമ്പ് ഇടതേ ഭാഗത്തൊരു തവണ ഒരു മണ്ണിടിച്ചിട്ടുണ്ടായി. ഇതിൻ്റെ തന്നെ പാലക്കാടിന് ഇങ്ങോട്ട് കിടക്കുന്ന കവാടത്തിന് നേരത്തെ ഒരു മണ്ണിടിച്ചിട്ടുണ്ടായി. പ്രാഥമികമായിട്ട് നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന മരങ്ങൾ ചിലപ്പോൾ വല്ലാതെ കോഴ്സുകളായ വിധത്തിൽ മഴ പെയ്താൽ, മഴ തുടർന്നാൽ സോയിൽ സാച്ചുറേറ്റഡ് ആണെന്നുള്ളത് കൊണ്ടും കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും മരങ്ങൾ താഴത്തേക്ക് വരുമോ എന്ന ഭീതി നമുക്കുണ്ട്. ഇപ്പോൾ ഉണ്ട്. പ്രാഥമികമായിട്ട് തോന്നിയത് ട്രാഫിക് നിയന്ത്രണങ്ങൾക്ക് ആവശ്യമായൊരു ഘട്ടമില്ല. കാരണം ഇരുവശങ്ങളിലേക്കും പോകാനുള്ളൊരു സാഹചര്യവും പലമായി കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് കാര്യമില്ല. PDയോടും NHന്റെ ബന്ധപ്പെട്ട എഞ്ചിനീയർമാരോടും സ്ഥലത്തെത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട്. ജില്ലാ കളക്ടർ തന്നെ നേരത്തെ ബന്ധപ്പെട്ട് നമ്മുടെ മൈനിങ് ആൻഡ് ജിയോളജിയായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പഠിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് അറിയേണ്ടതായിട്ടുള്ളൊരു കാര്യം, സാധാരണ ഇന്നത്തെ സംഭവത്തിൽ ഉണ്ടാകുന്നത് പോലെ ഏതെങ്കിലും ചാലുകൾ ബ്ലോക്കായിട്ടുണ്ടോ എന്നുള്ളതാണ്. വെള്ളം അങ്ങനെ തുടർച്ചയായിട്ട് വഴിക്ക് വരുന്നതായിട്ട് കാണാൻ 2 സൈഡുകളിലൂടെയാണ് വെള്ളം പോകുന്നതായിട്ട് കാണാൻ. നേരത്തെ 2 മലകൾ ചേർന്ന സ്ഥലമാണെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ആൾക്കാരിലേക്ക് ഉപയോഗിക്കപ്പെട്ടൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് അതിൻ്റെ അവസാനത്തെ ഒരു കണക്ക് നമുക്ക് പറയാനാകില്ല. നല്ല ജാഗ്രത ഈ ബാധിക്കുന്നത്. ഇവിടുത്തെ 130 രൂപയുടെ സബ്സിഡേഷനിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വാഹനങ്ങൾ ഇപ്പോൾ പോകുന്നത് വലിയ അപകടമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാനും മിനിറ്റുകൾക്കകം അവരുടെ PD ഇവിടെ എത്തിച്ചേരും, അവരുടെ എഞ്ചിനീയറിംഗ് വിഭാഗം എത്തിച്ചേരും, ജിയോളജിസ്റ്റും ഇവിടെ വരും. ആരെങ്കിലും ഇതിന് മുകളിൽ കയറി കൂടി ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം നമുക്കിപ്പോൾ ആ ചിത്രങ്ങളിൽ കാണാവുന്നത് പോലെ മണ്ണിൻ്റെ അറ്റത്തിൽ നിൽക്കുന്ന വേരുകൾ പുറത്തേക്ക് കാണുന്ന മരങ്ങൾ പുറത്തേക്ക് വരുമോ എന്നുള്ള പ്രശ്നമാണ്. അതൊന്ന് ക്ലിയർ ചെയ്യണം. ഏതെങ്കിലും വിളിച്ചാൽ അവിടെ ഒന്ന് ബ്ലോക്ക് ആയിട്ടുണ്ടോ നോക്കണം. അതുകൊണ്ട് കണ്ടാലും മനസ്സിലാക്കുന്നത് പ്രാഥമികമായ നോട്ടത്തിൽ അത്ര അപകടകരമായി വാഹനങ്ങൾ തിരിച്ചുവിടേണ്ടതായിട്ട് കാണുന്നു. രാവിലെ തന്നെ ഞാൻ ഓൾറെഡി പ്രൊജക്ട് ഡയറക്ടറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ജിയോളജിസ്റ്റിന്റെ ടീം ഉടനെ തന്നെ ഇവിടെ എത്തുന്നതാണ്. PD അനുസരിച്ച് ഇപ്പം തന്നെ ഇവിടെ എത്താമെന്ന് അറിയിച്ചു. അവരുടെ കൺസെഷനറിന്റെ ടീമാണ് നിലവിൽ നോക്കിയിട്ട് ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഗവർണറുടെ MLA പറഞ്ഞതുപോലെ അവർ മുകളിൽ കയറി നോക്കിയിട്ടില്ല. അപ്പോൾ മുകളിൽ ഏതെങ്കിലും ചാല് ബ്ലോക്ക് ആയിട്ടുണ്ടോ, അതുകൊണ്ട് ഇനി സോയിൽ സാച്ചുറേഷൻ അവിടെ സംഭവിക്കുന്നുണ്ടെന്നാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ 2 ടീമും വരാം. പക്ഷേ ഇവിടെ പ്രസിഡന്റൊക്കെ പറഞ്ഞത് വെച്ചിട്ട് ആനത്താരെയുള്ള വഴിയാണ്. അപ്പോൾ ഫോറസ്റ്റിൻ്റെയും കൂടി ഹെൽപ്പ് എടുത്തിട്ടാണ് അവർക്ക് മുകളിൽ കയറാൻ പറ്റുക. അത് കഴിഞ്ഞാലാണ് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ഇഷ്യൂസ് 2-3 സ്ഥലത്ത് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലും കൂടി ഒരു ജിയോളജിസ്റ്റിൻ്റെ ഏതെങ്കിലും ചെയ്യണം. ജിയോളജി പഠിപ്പിക്കുന്ന ഏതെങ്കിലും പ്രൊഫസറിൻ്റെയും കൂടി ഒന്ന് വിളിച്ചിട്ടുണ്ടാകും. കുതിരാനിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, ജാഗ്രത മതി. മന്ത്രി OJ ജനീഷ്. കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറുഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായ സാഹചര്യത്തിൽ നിലവിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി OJ ജനീഷ് പറഞ്ഞു. സ്ഥലം സന്ദർശിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി.
മലയുടെ മുകളിൽ നീർച്ചാലുകൾ തടസ്സപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുവെന്നും അതിൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയില്ല എന്നും ഉച്ചയ്ക്ക് ശേഷം ജിയോളജി, നാഷണൽ ഹൈവേ അതോറിറ്റി എഞ്ചിനീയർ വിംഗും മലമുകളിൽ പരിശോധന നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒല്ലൂർ എംഎൽഎ കെ രാജൻ, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ തുടങ്ങിയവരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. വിദഗ്ധ സംഘം പരിശോധന നടത്തിയതിനു ശേഷം ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് എംഎൽഎ കെ രാജൻ പറഞ്ഞു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ജാഗ്രത വേണമെന്നും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ പറഞ്ഞു. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മീനു വർഗീസ്, ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ കമ്മീഷണർ നകുൽ ദേശ്മുഖ്, തൃശൂർ ACP ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് KC അഭിലാഷ്, പൊതുപ്രവർത്തകൻ ഷാജി കോടങ്ങണ്ടത്ത്, പഞ്ചായത്ത് അംഗം സനിൽ വാണിയമ്പാറ, തഹസിൽദാർ സനൽകുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. പരിശോധനയാണ് അത് ഇപ്പോൾ തുറന്നു കൊടുക്കാനുള്ളതല്ല. ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ആവശ്യം വന്നാൽ നമുക്ക് അടിയന്തരമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആ റോഡുകൾ സജ്ജമാക്കി വെക്കേണ്ടതാണ് എന്നൊരു പൊതു അഭിപ്രായം അത് സ്വീകരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ അന്നത്തെ പരീക്ഷകളിൽ ചില അട്ടിമറികൾ നടന്നതായിട്ടും ഒന്നിലധികം വിദ്യാർത്ഥികൾക്ക് ഒരേ ക്ലാസ്സിൽ പഠിച്ച ആളുകളും കോളേജിൽ പഠിച്ച ആളുകളൊക്കെ തന്നെ ഒരേ ലിസ്റ്റിൽ കയറുകയും സംഭവിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉത്സവങ്ങളൊക്കെ തന്നെ ഒരു പൊസിഷൻ എടുത്തിട്ടുള്ളതാണ്. ഗവൺമെൻറ് തന്നെ വളരെ സീരിയസ് ആയി ഈ വിഷയത്തിൽ അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം FIR ഇട്ടു. അത് വളരെ കർശനമായ രീതിയിൽ തന്നെ ഗവൺമെൻറ് വിഷയത്തിൽ നോക്കിക്കാണുകയാണ്. PSCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതായ നടപടികളാണ് കാലങ്ങളുണ്ടായിട്ടുള്ളത്. അത് പരിശോധിക്കപ്പെടുന്നത് കൃത്യമായിട്ട് അന്വേഷണം നടത്തപ്പെടേണ്ടതും കുറ്റക്കാർക്ക് നടപടിയെടുക്കേണ്ട കാര്യമാണ്. ഈ ഡെപ്യൂട്ടേഷൻ അടക്കം നൽകിയതിൽ അട്ടിമറി ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് അങ്ങയുടെ മണ്ഡലത്തിൽ അല്ല, അതിൽ പരിശോധന പുനഃപരിശോധിക്കാൻ വേണ്ടി ആവശ്യമുണ്ട്. അത് മാറ്റം വരുന്നത് തന്നെയാണ് കൃഷി സംബന്ധിച്ചിട്ടുള്ള സംസ്ഥാനത്തുള്ള കാര്യങ്ങൾ. അതിലേക്ക് മാറ്റം മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ CISCE റീജിയണൽ യോഗ മത്സരം പ്രൗഢഗംഭീരമായി നടത്തി. സ്കൂളുകളെ ABCD എന്നീ സോണുകളായി തിരിച്ചായിരുന്നു മത്സരം. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ വിപിൻ ഇളമ്പശ്ശേരിയിൽ ഏവർക്കും സ്വാഗതം പറഞ്ഞു. റെക്ടറും മാനേജറുമായ ഫാദർ ജോയ്സ് തോണിക്കുഴിയിൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു. ട്രഡീഷണൽ, ആർട്ടിസ്റ്റിക് സിംഗിൾ, റിതമിക് പെയർ, ആർട്ടിസ്റ്റിക് പെയർ എന്നീ ഇനങ്ങളിലായി മത്സരങ്ങൾ അരങ്ങേറി. ഓരോ മത്സരാർത്ഥിയും യോഗാസനങ്ങളിലെ കൃത്യത, ശരീര നിയന്ത്രണം, സൗന്ദര്യം, ഏകോപനം എന്നിവ പ്രകടിപ്പിച്ച് ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു. യോഗയുടെ അടിസ്ഥാന മൂല്യങ്ങളും ആസനങ്ങളുടെ കൃത്യതയും വിലയിരുത്തിയപ്പോൾ ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ ഉൾപ്പെട്ട D-സോൺ ഓവറോൾ കിരീടം സ്വന്തമാക്കി. സമാപന ചടങ്ങിൽ യോഗ കൗൺസിൽ മെമ്പർ ജ്യോതിഷ്, സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ വിപിൻ ഇളമ്പശ്ശേരിയിൽ, സ്കൂൾ കോർഡിനേറ്റർ അജിത സുരേഷ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ വിജയികൾക്ക് ട്രോഫികളും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. കുടുംബത്തെ തെരുവിലാക്കി ഉജ്ജീവൻ മൈക്രോ ഫിനാൻസിന്റെ ജപ്തി നടപടി. അടച്ചുപൂട്ടിയ വീടിന്റെ ഉമ്മറത്ത് രാത്രി കഴിഞ്ഞ് രോഗിയും കുടുംബവും. മുൻകൂട്ടി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വീട്ടുപകരണങ്ങൾ പോലും പുറത്തെടുക്കുവാൻ അനുവദിക്കാതെ നിർധന കുടുംബത്തെ ജപ്തി ചെയ്ത് ഉജ്ജീവൻ മൈക്രോ ഫിനാൻസ്. വടക്കാഞ്ചേരി നഗരസഭ 14-ാം ഡിവിഷൻ മുണ്ടത്തിക്കോട് ഗാന്ധി റോഡിൽ താമസിക്കുന്ന കുന്നത്തുള്ളി ദാസിനെയും കുടുംബത്തെയുമാണ് ബാങ്ക് ജീവനക്കാർ പോലീസുമായെത്തി വ്യാഴാഴ്ച വൈകിട്ട് 3 മണിയോടെ തെരുവിലേക്ക് ഇറക്കിവിട്ടത്. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയും കാറ്റും വകവയ്ക്കാതെയാണ് അധികൃതർ വീട് അടച്ചുപൂട്ടി സീൽ വെച്ചത്. മരുന്നുകളും നിത്യോപയോഗ സാധനങ്ങളും വസ്ത്രങ്ങളും പോലും വീട്ടിൽ നിന്ന് എടുക്കുവാൻ കുടുംബത്തിന് കഴിഞ്ഞില്ല. ഒടുവിൽ കനത്ത മഴയത്ത് അടച്ചുപൂട്ടിയ സ്വന്തം വീടിന്റെ ഉമ്മറത്ത് തറയിൽ കിടന്നാണ് ഈ കുടുംബം രാത്രി തള്ളി നീക്കിയത്. 2022 മകളുടെ വിവാഹ ആവശ്യത്തിനായി ദാസ് ഉജ്ജീവൻ മൈക്രോ ഫിനാൻസിൽ നിന്ന് 7.5 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. തുടർന്ന് 3 വർഷത്തോളം കൃത്യമായി തിരിച്ചടവ് നടത്തി. എന്നാൽ ഇതിനിടയിൽ ദാസിനെ ഗുരുതരമായ രോഗം ബാധിക്കുകയും രണ്ടാമത്തെ മകളുടെ വിവാഹം നടക്കുകയും ചെയ്തതോടെ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. ഇതോടെ തിരിച്ചടവ് മുടങ്ങുകയായിരുന്നു. 2 പെൺമക്കളും ഒരു ആൺകുട്ടിയും അടങ്ങുന്നതാണ് ദാസിന്റെ കുടുംബം.
രോഗബാധിതനായ ദാസിന്റെ ചികിത്സയും കുടുംബത്തിന്റെ ജീവനമാർഗവും ഭാര്യ അജിത വീട്ടുജോലിക്ക് പോയി ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് മുന്നോട്ടു പോയിരുന്നത്. മുൻപ് 2 തവണ ബാങ്ക് ജീവനക്കാർ ജപ്തിക്കായി എത്തിയിരുന്നുവെങ്കിലും വാർഡ് കൗൺസിലർ രമണി പ്രേമൻദാസ്, മുൻ കൗൺസിലർ അജിത് കുമാർ, ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും ഇടപെടലിനെ തുടർന്ന് ജപ്തി നടപടിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. തുടർന്ന് ഒറ്റത്തീർപ്പ് എന്ന പേരിൽ 7 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ ജപ്തി ഒഴിവാക്കാമെന്ന് പറയുകയും പണവുമായി ചെന്നപ്പോൾ ലോൺ അവസാനിപ്പിക്കുവാൻ ബാങ്ക് ജീവനക്കാർ നൽകിയില്ല. ലോൺ അവസാനിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപയാണ് ബാങ്ക് ആവശ്യപ്പെട്ടത്. ഇതിനെ തുടർന്ന് കുടുംബം മടങ്ങിപ്പോരുകയായിരുന്നു. തുടർന്ന് ഇന്നലെ പെട്ടെന്ന് പോലീസുമായി എത്തി വീട് പൂട്ടി സീൽ ചെയ്ത ബാങ്ക് നടപടിക്കെതിരെ പ്രദേശവാസികൾക്കിടയിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കടുത്ത ഈ നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാരും ജനപ്രതിനിധികളും. ഇനിയൊരു ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. ദേശീയപാതയിൽ ചുവന്ന മണ്ണിൽ അശ്രദ്ധമായി കാർ തിരിച്ചതുമൂലം ഉണ്ടായ അപകടം. 58-കാരന് ഗുരുതര പരിക്ക്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ ചുവന്ന മണ്ണിൽ കണ്ടെയ്നർ ലോറിയെ മറികടന്ന് അശ്രദ്ധമായി തിരിച്ച കാറിൽ കണ്ടെയ്നർ ലോറി ഇടിക്കുകയും ഇതേ തുടർന്ന് നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി പ്രധാന പാതയും മറികടന്ന് സർവീസ് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന 58-കാരനെ ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ ചുവന്നമണ്ണ് സ്വദേശി മഴുവഞ്ചേരി പറമ്പിൽ ജോണി എന്ന് വിളിക്കുന്ന ജോൺ തോമസിന് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന പാതയിൽ സെന്റ് ജോർജ് യാക്കോബായ പള്ളി കവാടത്തിന് സമീപമാണ് അപകടമുണ്ടായത്. ചാലക്കുടി താണിപ്പാറ പ്രദേശത്തു നിന്നും ആളൂർ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോയിരുന്ന സ്വകാര്യ വാൻ ഉറുമ്പുംകുന്ന് കനാൻ ഭാഗത്ത് മറിഞ്ഞ് 15ഓളം കുട്ടികൾക്ക് പരിക്ക് പറ്റി. പോട്ട ധന്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ MLA സനീഷ് കുമാർ ജോസഫും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനും സന്ദർശിച്ചു. സാമൂഹ്യനീതി വകുപ്പ് മുതിർന്ന പൗരന്മാർക്കായി സൗജന്യ നേത്രതിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് നടത്തി. സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജനറൽ ആശുപത്രി നേത്രപരിശോധന മൊബൈൽ യൂണിറ്റിന്റെ സഹകരണത്തോടെ അടാട്ട് ഗ്രാമപഞ്ചായത്ത് സായംപ്രഭ ഹോമിലെ മുതിർന്ന പൗരന്മാർക്കും പഞ്ചായത്തിലെ BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്കുമായി സൗജന്യ നേത്രതിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PJ ദേവസി ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ജിത്തു വാടാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപൻ, ഡെപ്യൂട്ടി DMO ഡോക്ടർ സുജ അലോഷ്യസ്, ജില്ലാ ഒഫ്താൽമിക് കോർഡിനേറ്റർ VK രവി, നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ BV ഷാലോസ് നോവ, ഒപ്റ്റോമെട്രിക് മീര ബാലകൃഷ്ണൻ, ICDS സൂപ്പർവൈസർ ബിൻസി ജോസ്, സാമൂഹ്യനീതി വകുപ്പ് സായംപ്രഭ മാനേജർ ഫെസിലിറ്റേറ്റർ മാർഷൽ C രാധാകൃഷ്ണൻ, FRO ബിനി സെബാസ്റ്റ്യൻ, സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥൻ T അജി തുടങ്ങിയവർ സംസാരിച്ചു. സായംപ്രഭ കെയർ ഗിവർ ഷൈനി വിൽസൺ, ആശാ വർക്കർ സുനിത രവി തുടങ്ങിയവർ ക്യാമ്പിൽ മുതിർന്ന പൗരന്മാർക്ക് സേവനങ്ങൾ നൽകി. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ
അടൽ വയോ അഭ്യുദയ യോജന പദ്ധതി പ്രകാരം തിമിരരഹിത ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെ BPL ലിസ്റ്റിൽ ഉൾപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി തിമിര ശസ്ത്രക്രിയ നടത്തുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ക്യാമ്പുകൾ ജില്ലാതലത്തിൽ സംഘടിപ്പിക്കും. കോർപ്പറേഷൻ പരിധിയിലെ BPL വിഭാഗത്തിൽപ്പെട്ട 100 മുതിർന്ന പൗരന്മാർക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്ന് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപൻ അറിയിച്ചു. ഒല്ലൂർ ഹോളി ഏഞ്ചൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജൂബിലി ആഘോഷങ്ങൾ ഓഗസ്റ്റ് 15-ന് തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂൾ മാനേജർ വർഗീസ് കുത്തൂർ, രക്ഷാധികാരി ലിൻഡോ കാട്ടുകാരൻ, കൺവീനർ സ്റ്റെൻസി, കോർഡിനേറ്റർ തുടങ്ങിയവരടങ്ങിയ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടക്കും. വാർത്താസമ്മേളനത്തിൽ ഫാദർ വർഗീസ് കുത്തൂർ, ലിൻഡോ കാട്ടുകാരൻ, ഷോണി അക്കര, സ്റ്റേസി ചാക്കോ, മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വീണ്ടും വാർത്തയിലേക്ക്. വാഹനങ്ങളുടെ അമിതവേഗം നിയന്ത്രിക്കുവാൻ അധികാരികൾ തയ്യാറാകണം. കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപത. തൃശൂർ ജില്ലയിൽ അടിക്കടിയുണ്ടാകുന്ന അപകടങ്ങളിൽ അമിതവേഗത മൂലമാണെന്ന കണ്ടെത്തൽ ഏറെ ആശങ്ക പുലർത്തുന്നു. ബസ്സുകളുടെ അമിതവേഗം മൂലം നിരവധി നിരപരാധികളാണ് മരണപ്പെടുന്നത്. ബസ്സിലെയും വലിയ വാഹനങ്ങളിലെയും സ്പീഡ് ഗവർണറുകളുടെ പ്രവർത്തനക്ഷമത അടിയന്തരമായി പരിശോധിക്കുന്നതിനായി ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ മുൻകൈ എടുക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപത സമിതി പാസ്റ്റർ സെന്ററിൽ ചേർന്ന യോഗം ആവശ്യപ്പെട്ടു. ജില്ലയിൽ നിരന്തരമായി അപകടങ്ങളിൽ നിരവധി പേർ മരണപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ ആശയം ഉന്നയിക്കുന്നത്. യാത്ര ചെയ്യാൻ സാധിക്കാത്ത റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുന്നതിനും അതാത് വിഭാഗം ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി ഇടപെടണമെന്നും യോഗം ആവശ്യപ്പെട്ടു. അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി, അതിരൂപത ഡയറക്ടർ റവറന്റ് ഫാദർ ഡോക്ടർ ഫ്രാൻസിസ്, അതിരൂപത ഡയറക്ടർ ഡോക്ടർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, ജനറൽ സെക്രട്ടറി KC ഡേവിസ്, ട്രഷറർ റോണി അഗസ്റ്റിൻ, വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ബൈജു ജോസഫ്, ലീല വർഗീസ്, ജോയിന്റ് സെക്രട്ടറിമാരായ ഏൻഡോ തൊറയൽ, മേഴ്സി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. കർഷക തൊഴിലാളി ട്രേഡ് യൂണിയൻ സംയുക്ത വേദി ഓഗസ്റ്റ് 10-ന് തൃശൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കുമെന്ന് കൺവീനർ UP ജോസഫ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പോസ്റ്റ് ഓഫീസ് ഉപരോധം സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി ഉദ്ഘാടനം ചെയ്യും. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, ഇന്ത്യ-US കരാർ പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതി പുനഃപരിശോധിച്ച് ആവശ്യമായ ഫണ്ട് അനുവദിക്കുക, മിനിമം വേതനം 42,000 രൂപയാക്കുക, സ്വതന്ത്ര വ്യാപാര കരാർ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓഗസ്റ്റ് 10-ന് ജയിൽ നിറയ്ക്കൽ സമരം നടത്തുന്നത്.
അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ഓറഞ്ച് അലർട്ട്. ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുതിരാനിലെ ഇരട്ട തുരങ്കമുഖത്ത് മണ്ണിടിച്ചിൽ. പടിഞ്ഞാറ് തുരങ്കമുഖത്തിന് മുകളിലായാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. നിലവിൽ നേരിയ തോതിൽ മാത്രമാണ് മണ്ണ് ഇടിഞ്ഞിട്ടുള്ളത്. കുതിരാൻ മണ്ണിടിച്ചിലിൽ MLA കെ രാജൻ, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനും സ്ഥലം സന്ദർശിച്ചു. മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ CISCE റീജിയണൽ യോഗ മത്സരം പ്രൗഢഗംഭീരമായി. കുടുംബത്തെ തെരുവിലാക്കി ഉജ്ജീവൻ മൈക്രോ ഫിനാൻസിന്റെ ജപ്തി നടപടി. അടച്ചുപൂട്ടിയ വീടിന്റെ ഉമ്മറത്ത് രാത്രി കഴിഞ്ഞ് രോഗിയും കുടുംബവും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.